Hello guys, welcome back to my YouTube channel Hridya's Vlogs. ഇന്ന് നമ്മളെ വീഡിയോ എന്ന് പറയുന്നത് ഞാൻ ഇന്നലെ ഒരു ഹാപ്പി ന്യൂസ് ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു. സോ അതിൻ്റെ ബാക്കി വീഡിയോസാണ്. വീഡിയോ ആണ്. ഇനിയും കുറേ വീഡിയോസുണ്ട്. അപ്പം ഞാൻ രാവിലെ തന്നെ റെഡിയായി നിൽക്കുകയാണ്. ഇപ്പോൾ സമയം 4 മണിയായിട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾ ചേട്ടൻ്റെ പരേഡും കാര്യങ്ങളൊക്കെ കാണാൻ വേണ്ടിയിട്ട് ഡൽഹിയിലോട്ട് പോവുകയാണ്. അപ്പോൾ ഇന്ന് 24th ഫ്രൈഡേ ആണ്. 24th ഫ്രൈഡേ മോർണിംഗ് 6:15 ഞങ്ങൾക്ക് ഫ്ലൈറ്റ്. സോ ഞങ്ങളിവിടെ 4 മണിയാകുമ്പോൾ ഞങ്ങളിപ്പം പിക്ക് ചെയ്യാനായിട്ട് വരും. അപ്പോൾ ഞങ്ങൾ നേരെ എയർപോർട്ടിലോട്ട് പോവുകയാണ്. ഞാൻ വ്ളോഗിങ് പോലെ ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ പറ്റുന്ന സ്ഥലങ്ങളും എന്നെക്കൊണ്ട് പറ്റുന്ന രീതിയിലും മാക്സിമം നല്ല ക്ലാരിറ്റിയിലും ഷേക്സും കാര്യങ്ങളൊന്നും ഇല്ലാതെ ഞാൻ വീഡിയോസ് എടുത്തിട്ട് നിങ്ങളിലേക്ക് എത്തിക്കാം. അപ്പോൾ നമുക്കിനി വണ്ടി കയറിയിട്ട് എൻ്റെ ഔട്ട്ഫിറ്റ് വന്നിട്ട് ഈ ഒരു ബാഗും ഒരു ജാക്കറ്റും ഒരു വെള്ള കളർ ടീഷർട്ടും ഒരു ബൂട്ട് കട്ട് പാൻസുമാണ്. വാച്ചും ഒരു ക്യാപ്പും ഉണ്ട്. അത് ഞാൻ കാണിച്ചു തരാം എയർപോർട്ടിൽ പോയിട്ട്. നമ്മൾ എയർ ഇന്ത്യ ഫ്ലൈറ്റിലാണ് പോകുന്നത്. അപ്പം നമ്മൾ ടെർമിനൽ 1 D1 ആയിരുന്നു. ഹലോ ഗൈസ്, അപ്പം നമ്മൾ ചെക്കിനൊക്കെ ചെയ്തു. നമ്മുടെ ബോർഡിംഗ് പാസ്സൊക്കെ കിട്ടി, കുറച്ച് സ്റ്റാറ്റസൊക്കെ ഇട്ടു. അത് കഴിഞ്ഞ് നമ്മളിപ്പോൾ അവിടെ ബോർഡിങ്ങിനായിട്ട് വെയിറ്റ് ചെയ്യാണ്. നമുക്ക് 5:20 നമുക്ക് ബോർഡിങ്ങിന് ടൈം വന്നിട്ട് 5:40 നമ്മളെ ഫ്ലൈറ്റ് വന്നിട്ട് 6:40 അപ്പോൾ നമ്മൾ ഡൽഹിയിലേക്ക് പോവുകയാണ് സുഹൃത്തുക്കളെ. ഞാൻ എക്സൈറ്റ്മെൻറ്റ് കൊണ്ടാണ് 2ാമത്തെ തവണയാണിത് പറയുന്നത്. വണ്ടി കയറിയിട്ടൊന്നും സംസാരിക്കാൻ പറ്റിയില്ല. എൻ്റെ അങ്കിളും ആൻറ്റിയും കൂടെയാണ് എന്നെ ഇവിടെ ഡ്രോപ്പ് ചെയ്തത്. അപ്പോൾ എൻ്റെ ലുക്കും ഫുൾ ലുക്കൊക്കെ ഞാൻ കാണിച്ചു തരാം നിങ്ങൾക്ക് വഴിയെ. അപ്പം നമ്മളിവിടെ വെയിറ്റ് ചെയ്യാണ് ഗൈസ്. ഞാനിവിടെ ഈ എയർപോർട്ടിനകത്ത് ഞാൻ ഓരോ ഫുഡിൻ്റെയും വില നോക്കി ഇങ്ങനെ കണ്ണ് തള്ളിക്കൊണ്ടിരിക്കുകയാണ്. എൻ്റെ ഫസ്റ്റ് ഓഫ് ഓൾ ഞാനത് പറഞ്ഞില്ല, എൻ്റെ സെക്കൻഡ് ഫ്ലൈറ്റാണിത്. ഫസ്റ്റ് ഫ്ലൈറ്റ് എനിക്ക് 5 വയസ്സുള്ളപ്പോൾ ഞങ്ങൾ ഷിംല, മണാലി, ഡൽഹി ഒക്കെ പോയതാണ്. പക്ഷേ എനിക്കത് വലിയ കാര്യമായിട്ടുള്ള ഓർമ്മയും കാര്യങ്ങളൊന്നുമില്ല. 5 വയസ്സിലല്ലേ, അപ്പോൾ അതുകൊണ്ട് എനിക്ക് ഓർമ്മയൊന്നുമില്ല. അപ്പോൾ അതുകൊണ്ടാണ് ആദ്യമായിട്ട് എയർപോർട്ടിലൊക്കെ വരുന്ന പോലെ ഗെറ്റ് റെഡി വിത്ത് മീ ഒക്കെ എടുക്കണമെന്നുണ്ടായിരുന്നു. പക്ഷെ പറ്റിയില്ല ഗൈസ്. രാവിലെ തിരക്കിലിറങ്ങിയോണ്ട് ഒന്നും നടന്നില്ല. എങ്കിലും ഞാൻ പോയിട്ടൊക്കെ വന്നിട്ട് ഞാൻ എന്തൊക്കെയാണ് ഇട്ടത്, എവിടെ നിന്നൊക്കെയാണ് വാങ്ങിച്ചതെന്നുള്ളതൊക്കെ ഞാൻ പറയാം കേട്ടോ. എയർപോർട്ടിനകത്ത് അത്യാവശ്യം തണുപ്പുണ്ട് ഗൈസ്. ഞാൻ ഫസ്റ്റ് ടൈമാണ് എയർപോർട്ടിൽ. പക്ഷെ അങ്ങനെയല്ല, ഞങ്ങൾ ഷിംല, മനാലിയൊക്കെ പോയപ്പോൾ എനിക്ക് ഓർമ്മയൊന്നുമില്ല, ഞാൻ നേരത്തെ പറഞ്ഞില്ലേ. അപ്പോൾ അതുകൊണ്ടാണ് എല്ലാം ഇങ്ങനെ ഫസ്റ്റ് ടൈം ചെയ്യും പോലെ കാണും പോലെയൊക്കെ. നമ്മൾ ബോർഡിംഗ് ഒക്കെ കഴിഞ്ഞു. നമ്മൾ ഡയറക്റ്റ് ഫ്ലൈറ്റിലോട്ട് കയറുകയാണ്. ഒരു ചെറിയ ക്യൂ ഉണ്ടായിരുന്നു, പക്ഷെ അത് പെട്ടെന്ന് തന്നെ മൂവായി പോയി. നമ്മൾ എയർ ഇന്ത്യയാണ്, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ എയർ ഇന്ത്യയിലാണ് പോകുന്നത്. നമ്മളുടെ പണ്ടത്തെ വിസ്താരമാണ് ഇപ്പോഴത്തെ എയർ ഇന്ത്യ. അപ്പോൾ നമുക്ക് അധികം നേരം അങ്ങനെ അവിടെ ഇരുന്ന് പോസ്റ്റ് ആവേണ്ടിയൊന്നും വന്നില്ല. നമ്മൾ കറക്റ്റ് ടൈമിംഗ് ആയിരുന്നു എല്ലാം. എൻ്റെ ഫസ്റ്റ് ഫ്ലൈറ്റ് ഇത് ഞാൻ എൻ്റെ എക്സൈറ്റ്മെൻറ്റ് കൊണ്ടാണ് വീണ്ടും പറയുന്നത്. ഇത് ടേക്ക് ഓഫ് സമയത്ത് ഞാൻ എടുത്തതാണ്. എനിക്ക് ഭയങ്കര എൻ്റെ മുഖത്തെ എക്സ്പ്രഷൻസ് കാണണമായിരുന്നു. എനിക്കതൊന്നും എടുക്കാൻ പറ്റില്ല. നല്ല സന്തോഷം ഉണ്ടായിരുന്നു എനിക്ക്. ആ ഒരു പൊങ്ങുന്ന സമയത്തൊക്കെ ഒരു പ്രത്യേക ഫീലിംഗ് ആയിരുന്നു. അത് പറഞ്ഞിരിക്കാൻ പറ്റുക. എക്സ്പീരിയൻസ് തന്നെ ചെയ്യണം. വൺസ് ഇൻ എ ലൈഫ് നമ്മൾ ഫ്ലൈറ്റ് കയറിയിരിക്കണം ഗൈസ്. അതൊരു വല്ലാത്ത എക്സ്പീരിയൻസാണ് സീരിയസ്ലി. പിന്നെ ഞാൻ ടേക്ക് ഓഫ് കഴിഞ്ഞ് ഒരു 10 മിനിറ്റ് കഴിഞ്ഞപ്പോഴത്തേക്ക് ഞാൻ കിടന്ന് ഉറങ്ങി. കാരണം തലേദിവസം ഉറങ്ങിയിട്ടില്ലായിരുന്നു. അപ്പോഴത്തേക്കും ഫുഡ് വന്നു. ഞാൻ നോൺ വെജാണ് ഓപ്റ്റ് ചെയ്തത്. അച്ഛൻ വെജും അമ്മയും നോൺ വെജും ആയിരുന്നു. അച്ഛൻ വെജിൽ ഉപ്പുമാവാണ് കിട്ടിയത്, ബാക്കിയെല്ലാം അതേപോലെ തന്നെ. അമ്മയും ഞാനും നോൺ വെജായിരുന്നു. ഞങ്ങൾക്ക് കിട്ടിയത് ഓംപ്ലേറ്റും ബോയിൽ ചെയ്ത പൊട്ടറ്റോയും മറ്റേ നമ്മളുടെ കോൺ മസാലയും അങ്ങനെ എന്തോ ആയിരുന്നു. പിന്നെ ബണ്ണും അമൂലിൻ്റെ ബട്ടറും ഉണ്ടായിരുന്നു. സോ ഞാൻ
ബൺ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ആൻഡ് ദെൻ ബാക്കിയുള്ളതൊന്നും കുഴപ്പമില്ല, ഓക്കെ ആയിരുന്നു. ആ കോണിൻ്റെ മസാല എനിക്കിഷ്ടപ്പെട്ടു. പക്ഷേ അത് രാവിലെ ആയതുകൊണ്ട് എനിക്ക് ആ ഒരു സ്വീറ്റ്സ് ടേസ്റ്റ് ഉണ്ടായിരുന്നു അതിന്. അപ്പോൾ രാവിലെ ആയതുകൊണ്ട് എനിക്ക് അങ്ങനെ എൻജോയ് ചെയ്ത് കഴിക്കാൻ പറ്റില്ല. കാരണം എനിക്ക് രാവിലെ തന്നെ ഈ സ്വീറ്റ് ടേസ്റ്റൊക്കെ എനിക്ക് ചിലപ്പം ഇഷ്ടപ്പെടത്തില്ല. ആൻഡ് ദെൻ ഓംലെറ്റും കാര്യങ്ങളൊക്കെ കൊള്ളായിരുന്നു. നമ്മൾ ഇതൊക്കെ ഉണ്ടായിരുന്നു, ടൊമാറ്റോ ഒക്കെ ഉണ്ടായിരുന്നു. ആൻഡ് ദെൻ എൻ്റെ സീറ്റിൻ്റെ ഫ്രണ്ടിൽ നമുക്ക് ഇൻസ്ട്രക്ഷൻസും കാര്യങ്ങളൊക്കെ ഉള്ളൊരു ബുക്കുണ്ട്. ആൻഡ് നമുക്ക് നമ്മളുടെ ഫോണൊക്കെ വെച്ചിട്ട് കാണാൻ പറ്റുന്ന ഒരു സ്റ്റാൻഡ് ഉണ്ട് ഇങ്ങനെ. ആൻഡ് ദെൻ നല്ല ലെഗ് സ്പേസും കാര്യങ്ങളും എല്ലാം ഉണ്ട്. നല്ല എക്സൈറ്റ്മെൻറ്റും നല്ലൊരു ഫീലിംഗ് ഇഷ്ടപ്പെട്ടൊക്കെ ആയിരുന്നു. അത്യാവശ്യം നോർമൽ ഞാൻ ഫ്ലൈറ്റ് കയറി ലാൻഡ് ചെയ്യുന്ന വീഡിയോയും കാര്യങ്ങളൊക്കെ ഞാൻ സ്പേസ് ഇല്ല അടുത്ത കാര്യങ്ങളൊക്കെ ഉണ്ട്. ചെറിയ തണുപ്പുണ്ട്. ഇത് ലാൻഡിങ് സമയത്ത് ഞാൻ എടുത്തതാണ്. എൻ്റെ ജാക്കറ്റ് ഞാൻ ഫ്ലൈറ്റിൽ ലാൻഡ് ചെയ്തപ്പോഴും ഇട്ടായിരുന്നു, അപ്പോൾ അതുകൊണ്ട് കുഴപ്പമില്ല. നമ്മൾ കച്ചോരി വാങ്ങിച്ചിട്ടുണ്ട്. ഡൽഹിയിലത്തെ ആദ്യത്തെ ഫുഡാണ് നമ്മൾ കഴിക്കുന്നത്. എൻ്റെ ചായയും ഒരു കോഫിയും പറഞ്ഞിട്ടുണ്ട്. ചായ വന്നിട്ടുണ്ട്, കോഫി വരുന്നേ ഉള്ളൂ. ഐസ് കോഫി വന്നിട്ടുണ്ട്, കോഫി കുടിക്കാൻ. നമ്മൾ ഫുഡ് കഴിക്കാൻ പോവാണ്, ഉച്ചയ്ക്കത്തെ ലഞ്ച്. ഇവിടെ ഒരു സാധനം കാണിച്ചു തരാവേ. ഇതാണ് നമ്മളെ ഡൈനിങ് ഹാള്. നമ്മൾ കഴിച്ചിട്ട് വരാം കേട്ടോ, ബൈ. നമ്മൾ ഫുഡ് കഴിച്ച് ഇറങ്ങിയിട്ടുണ്ട്. നമുക്ക് ചോറും തോരനും ചമ്മന്തിയും ഓംലേറ്റും തീയലുമായിരുന്നു. വെയിൽ കാരണം എനിക്കെന്നെ കാണാൻ പറ്റുന്നുണ്ടോ എന്ന് എനിക്കറിയത്തില്ല. പിന്നെ നമ്മൾ ചായ കുടിച്ചിട്ട് വന്നിട്ട് നമ്മളിവിടെ കുറച്ച് ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്തായിരുന്നു. അത് കഴിഞ്ഞ് നമ്മൾ റൂമിലോട്ട് പോയില്ല, അവിടെ റിസപ്ഷനിലിരുന്നു. റിസപ്ഷൻ ഇവിടെയാണ്, റൂം ഇതിൻ്റെ നേരെ ഓപ്പോസിറ്റാണ് കേട്ടോ. റൂമും കാര്യങ്ങളൊക്കെ കാണിച്ചു തരാം. അപ്പോൾ നമ്മൾ കുറച്ച് നേരം റെസ്റ്റ് ചെയ്തിട്ട് പുറത്തിറങ്ങി കറങ്ങാനുള്ള പരിപാടിയാണ്. അപ്പോൾ നമ്മൾ കുറച്ച് നേരം റൂമിൽ പോയി റെസ്റ്റൊക്കെ എടുത്തിട്ട് കറങ്ങാനായിട്ട് ഇറങ്ങിയിട്ടുണ്ട്. കുറച്ച് ഇപ്പം മണി ഇത്രയും 3:45 4 മണി ആവാറായിട്ടുണ്ട്. നിങ്ങൾക്ക് ഷെയ്ക്ക് ഉണ്ടാവും. ഞാൻ ഇപ്പോഴാണ് നമ്മൾ ജസ്റ്റ് റെസ്റ്റൊക്കെ എടുക്കാൻ പോയപ്പോഴാണ് നമ്മളെ വീഡിയോസും കാര്യങ്ങളൊക്കെ എടുത്ത് നോക്കിയത്. ഷെയ്ക്ക് ഉണ്ടാവും. ഞാൻ മാക്സിമം എഡിറ്റ് ചെയ്ത് ഷെയ്ക്കില്ലാതെ അപ്ലോഡ് ചെയ്യാൻ ശ്രമിക്കാം. അപ്പോൾ ഞങ്ങളിപ്പോൾ എങ്ങോട്ടാണ് പോകണമെന്ന് അറിഞ്ഞുകൂടാ. കുറച്ച് സ്ഥലങ്ങൾ പ്ലാനിൽ മനസ്സിലുണ്ട്. സോ അത് ഞങ്ങൾ നോക്കിയിട്ട് എവിടെയാണെന്നുള്ളത് പറയാം. ഇവിടെ ഇപ്പോൾ വൈകിട്ടായപ്പോൾ തണുപ്പ് കൂടിയിട്ടുണ്ട്. 4 മണിയല്ലേ, അപ്പം ഇപ്പോൾ തണുപ്പ് കൂടിയിട്ടുണ്ട് ഇവിടെ. അതാണ് ഞാൻ ഈ രൂപത്തിൽ ഇറങ്ങിയത്. മിക്ക കടകളിലും ഈ നമുക്ക് സ്ട്രീറ്റ്സ് ഉണ്ട് സൈഡിലൊക്കെ ആയിട്ട്. അപ്പോൾ അവിടെയൊക്കെ ഇപ്പം ഈ ചൂട് മാഗി കൊടുക്കുന്നുണ്ട്. പക്ഷേ എനിക്ക് മാഗി അധികം ഇഷ്ടമല്ലാത്തതുകൊണ്ട് നമ്മളിത് വാങ്ങിക്കുന്നില്ല. നമ്മളിപ്പം ജൻപത്ത് എന്ന് പറയുന്ന സ്ഥലത്തോട്ടാണ് പോകുന്നത്. ജൻപത്ത് മാർക്കറ്റ്, ഈ തുണിയും കാര്യങ്ങളൊക്കെ വിൽക്കുന്ന സ്ഥലത്തോട്ടൊക്കെയാണ് നമ്മൾ പോകുന്നത്. സ്ട്രീറ്റ്, ഇവിടെ മൊത്തം സ്ട്രീറ്റാണ്. ഇതാണ് ജൻപത്ത് മാർക്കറ്റ്. ഇവിടെ തുണികളും ഓർണമെൻറ്റ്സും ഒക്കെ ആയിട്ടാണ്. പക്ഷെ ഇതിനെല്ലാത്തിനും ഭയങ്കര പൈസയാണ് കേട്ടോ. നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്നതിനേയും കാട്ടി പൈസ അവർ പറയും. അതെന്തുകൊണ്ടാണെന്നുള്ളതൊന്നും എനിക്കറിയത്തില്ല. ആൻഡ് ദെൻ ഇത് ഗുജറാത്തിൽ നിന്നൊക്കെ വരുന്ന പ്രൊഡക്ട്സാണ്. പിന്നെ പശ്മിന ഷോൾസിനൊക്കെ നല്ല വില കാണും, അതറിയാം. ബട്ട് എങ്കിൽ പോലും നമുക്ക് നാട്ടിൽ കിട്ടുന്ന ചെറിയ ചെറിയ പൗച്ചസ് പോലും ഭയങ്കര വിലയാണ്. ഈ മാലകൾക്കൊക്കെ 300 രൂപയൊക്കെയാണ് ആ മാല കിടക്കുന്നത്. ഞാൻ നേരത്തെ കാണിച്ചില്ലേ. ഈ ഡ്രസ്സൊക്കെ 250-300 രൂപയാണ്. പക്ഷെ എനിക്ക് ആ ഞാൻ അങ്ങനത്തെ ഡ്രസ്സൊന്നും ഇടാറില്ല ഫസ്റ്റ് ഓഫ് ഓൾ. പിന്നെ അതോ അവിടെ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത് എനിക്ക് ആ കുടയൊക്കെ ഇഷ്ടപ്പെട്ടു. പിന്നെ നമ്മൾ ഈ സ്ട്രീറ്റിലോട്ട് ഇങ്ങനെ നടന്നു, പല സൈഡിലായിട്ട് ഇങ്ങനെ കിടപ്പുണ്ട്. ഈ ബാഗിനൊക്കെ 300 പറഞ്ഞത്. അതുകൊണ്ട് നമ്മൾ നോക്കും വയ്ക്കും. എന്നിട്ട് നമ്മൾ കുറച്ച് ബാഗുകൾ എടുത്തിട്ടുണ്ട് കേട്ടോ. കസിൻസിനും അമ്മയ്ക്കും ഒക്കെ വേണ്ടിയിട്ട് കുറച്ച് ബാഗുകൾ നമ്മൾ എടുത്തിട്ടുണ്ട്. അതൊക്കെ ഞാൻ നാട്ടിൽ ചെന്നിട്ടൊരു ഹോൾ വീഡിയോ പോലെ ചെയ്തിടാം കേട്ടോ, പറ്റുകയാണെങ്കിൽ. ഞാൻ ഇവിടുന്ന് കുറേ വളയും, ഒരു സെറ്റ് വളയും അല്ലാതെ ചെറിയ ചെറിയ സിംഗിൾ വളകളൊക്കെ വാങ്ങിച്ചു. എന്നിട്ട് ഈ ബാഗൊക്കെ ഞാൻ നോക്കിയായിരുന്നു. പക്ഷേ എനിക്ക് ഇതിൻ്റെ വില കേട്ടപ്പം വെറുതെ എന്തിനാണ് വാങ്ങിക്കുന്നതെന്ന് തോന്നി. അതുകൊണ്ട് ഞാൻ പിന്നെ വാങ്ങിച്ചില്ല. പിന്നെ അത് കഴിഞ്ഞ് നമ്മൾ
ഇനി പ്ലാൻ ചെയ്യുന്നത് ജൻപത് മാർക്കറ്റിലാണല്ലോ നമ്മളിപ്പോൾ നിൽക്കുന്നത്. നമുക്ക് കുറച്ചും കൂടെ അഫോർഡ് ചെയ്യാൻ പറ്റുന്ന സാധനങ്ങൾ കിട്ടുന്നത് കരോൾ ബാഗ് എന്ന് പറയുന്നൊരു സ്ട്രീറ്റുണ്ട്. ഇതേപോലത്തെ സ്ട്രീറ്റാണ്. അപ്പോൾ അവിടെ കുറച്ചും കൂടെ അഫോർഡ് ചെയ്യാൻ പറ്റും എന്നാണ് എല്ലാവരും പറയുന്നത്. സോ നമ്മൾ അങ്ങോട്ട് പോകാമെന്നുള്ള പ്ലാനിൽ നിൽക്കുവാണ്. അപ്പോൾ അമ്മ അതിൻ്റെ ഇടയിൽ കൂടെ ഒരു ബെഡ്ഷീറ്റൊക്കെ നോക്കി. പക്ഷേ ഇതിന് അവർ 2000 എന്തോ ആണ് ആ ബെഡ്ഷീറ്റിന് പറഞ്ഞത്. അതിൻ്റേതായിട്ടുള്ള ക്വാളിറ്റി ഉണ്ടെന്നാണ് അവർ പറയുന്നത്. പക്ഷേ എങ്കിലും നമ്മൾ വാങ്ങിച്ചില്ല. ദെൻ ഫോട്ടോ ഫ്രെയിംസും ഇതുപോലെയുള്ള ഭയങ്കര ഹെവി വർക്കുള്ള മെറ്റീരിയൽസൊക്കെ അവിടെ വയ്ക്കാൻ വെച്ചിട്ടുണ്ട്. നമ്മൾ ദാണ്ട് ഈ വളയാണ് വാങ്ങിച്ചത്. എന്നിട്ട് ദാണ്ട് ഇതിൽ നിന്ന് ഒരു വള വാങ്ങിച്ചായിരുന്നു. പിന്നെ ഈ കിടക്കുന്നതൊക്കെ കമ്മലാണ്. നമ്മൾ ആദ്യം വിചാരിച്ച മോതിരങ്ങളായിരിക്കുമെന്ന്. ദെൻ കണ്ടില്ലേ, നമ്മൾ വള ഒരു സെറ്റായിട്ട് വാങ്ങിച്ചിട്ടുണ്ട്. ഇതൊക്കെ ബുത്താസ്, പേഴ്സ് ഒക്കെ അവിടെ സൈഡിൽ വെക്കാൻ വെച്ചിരിക്കുന്നതാണ്. ഈ സെറ്റിൽ നിന്ന് ഞാൻ കുറേ കമ്മലെടുത്തു എൻ്റെ ഫ്രണ്ട്സിന് വേണ്ടിയിട്ട്. ആ സെറ്റിൽ നിന്ന് ഞാൻ ഒരു 6-7 എന്തോ കമ്മലെടുത്തായിരുന്നു ഓരോ സെറ്റ് വെച്ചിട്ട് എൻ്റെ ഫ്രണ്ട്സിന് കൊടുക്കാൻ വേണ്ടിയതാണ്. ഗൈസ്, അപ്പോൾ നമ്മൾ ഫ്രണ്ട്സിനുള്ള ഇതൊക്കെ പാക്ക് ചെയ്തെടുത്തിട്ട് നമ്മൾ ജാനുവരി 26 റിപ്പബ്ലിക് ഡേ പരേഡ് കാണാനുള്ള പാസ് വാങ്ങിക്കാനായിട്ട് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. ഗൈസ്, അപ്പോൾ നമ്മളിവിടെ എത്തിയിട്ടുണ്ട്. ഇപ്പോൾ പോയി പാസ് വാങ്ങിക്കും. എന്നിട്ട് നമ്മൾ കരോൾ ബാഗിലോട്ട് പോകും. ഞാൻ ഇവിടെ വെയിറ്റ് ചെയ്യാണ്. അച്ഛൻ പാസ് ഓക്കെ ഗൈസ്, അങ്ങനെ അച്ഛൻ പാസ് വാങ്ങിച്ചിട്ട് വന്നപ്പോൾ ലേറ്റായി. എന്താ ഞങ്ങളിപ്പോൾ ഉള്ളത് കരോൾ ബാഗിൽ അമ്മയ്ക്കൊരു ഷൂസ് നോക്കാനുണ്ടായിരുന്നു. സോ അങ്ങനെ അവിടെ എല്ലാ ഷൂസും 200 അപ്പം ഞങ്ങൾ ആ ഷൂസ് അവിടെ നിന്നൊരു ഷൂസ് എടുത്തു അമ്മയ്ക്ക്. ആൻഡ് ദെൻ ഞങ്ങൾ സോഫ കവേഴ്സ് എടുത്തിട്ടുണ്ടായിരുന്നു. 3 സെറ്റ് എന്തോ സോഫ കവേഴ്സ് എടുത്തിട്ടുണ്ടായിരുന്നു. ആൻഡ് ദെൻ ബെഡ്ഷീറ്റ് എടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾ സ്ട്രീറ്റ് ഫുഡ് കഴിക്കാൻ പോയി. കേസരി കഴിച്ചു. ആ മഞ്ഞ കളർ കേസരിയും ചുമന്ന കളർ കേസരി ഒന്നാണ്. ഡിഫറെൻറ്റ് ടേസ്റ്റാണ്. മഞ്ഞയ്ക്ക് കുറച്ച് നെയ്യ് കൂടുതലാണ്. ആൻഡ് ദെൻ എൻ്റെ ഫേവറേറ്റ് ഫ്രൂട്ട്സിൽ ഒരു ഫ്രൂട്ട് വാങ്ങിക്കാൻ വന്നതാണ് സ്ട്രോബെറി. എൻ്റെ ഫേവറേറ്റാണ് കേട്ടോ. ഇപ്പം ഇവിടെ തണുപ്പൊക്കെ ആയതുകൊണ്ട് സീസണാണ്. ആൻഡ് ദെൻ ഞങ്ങൾ പാനിപൂരി കഴിക്കാൻ വന്നതാണ്. പാനിപൂരി നമ്മൾ അവരുടെ അടുത്ത് ചെന്ന് നിൽക്കുമ്പോൾ അവരൊരു ബൗൾ തരും. എന്നിട്ട് ആ ബൗളിൽ അവർ ഓരോ പാനിപൂരി ആയിട്ട് എടുത്തിട്ട് മസാല ഫില്ല് ചെയ്ത് ആ ഒരു രസം ഒഴിച്ചിട്ട് തരും. അങ്ങനെ നമുക്ക് ഒരു സെറ്റിൽ 4 എണ്ണമാണുള്ളത്. എത്ര രൂപയാണെന്നറിയത്തില്ല, ഞാൻ മറന്നുപോയി ഗൈസ്. അപ്പോൾ ഗൈസ്, ഇതാണ് എൻ്റെ ഫുള്ളൊക്കെ. ഇതിൻ്റെ അകത്ത് ഞാനൊരു വൈറ്റ് കളർ ടീഷർട്ടാണ് ഇട്ടിട്ടുണ്ടായിരുന്നത്. ഇതാണ് എൻ്റെ അച്ഛനും അമ്മയും. സോ അടുത്തൊരു പുതിയ വീഡിയോ ആയിട്ട് കാണാം. ബൈ.